ഹായ് ഹലോ ടെക് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോലികളുടെ വാക്കൻസീസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താറ്. അതിൽ ഗവൺമെന്റ് ജോബുകൾ, അതുപോലെ തന്നെ IT ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജോലികളും നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികൾ ഏതാണോ അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ അപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതായിരിക്കും. യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനലിൽ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും കേട്ടോ വീഡിയോസ് വരാറ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് KSRTCയിൽ ഡ്രൈവർ കം കണ്ടക്ടറുടെ ആ ഒരു തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാം. അപ്പൊ ഒട്ടും സമയങ്ങളെല്ലാം നേരെ വീഡിയോയിലോട്ട് പോകാം. KSRTCയിൽ 600 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഡ്രൈവർ കം കണ്ടക്ടറുടെ പോസ്റ്റ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വന്നിരിക്കുന്നത് കോൺട്രാക്ട് ബേസിലാണ് കേട്ടോ. ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇതിന്റെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് കരാറിനൊപ്പം 30,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകണം. ഈ തുക നമുക്ക് തിരിച്ചു നൽകുന്നതാണ്. ഒന്നല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ആ ഒരു പോസ്റ്റ് ചെയ്ത് നമ്മൾ വിരമിക്കുന്ന ടൈമിലോ അതല്ലെങ്കിൽ നമ്മൾ പകുതിക്ക് വെച്ചിട്ട് നിർത്തി പോകുമ്പോൾ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുക കിഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. KSRTCയിൽ നിലവിലെ ജീവനക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ ആവശ്യമില്ല. ബാക്കി ന്യൂ മെമ്പേഴ്സ് ആയിട്ട് എന്താ പറയാ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു പൈസ നമ്മൾ കെട്ടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയാണ്. അധിക മണിക്കൂറിന് 130 രൂപ അധിക സമയ അലവൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് ഫുൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിങ്ക് അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് വ്യൂ നോട്ടിഫിക്കേഷന്റെ ടാബിലും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് തൊട്ടടിയിൽ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞത്. ഇതിനു വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് നേടണം. അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ 10ാം ക്ലാസ് വിജയം വേണം. 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനത്തിൽ 5 വർഷത്തെ ഡ്രൈവിംഗ് പ്രവൃത്തി പരിചയം കൂടെ വേണം. കൂടാതെ തന്നെ വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള അറിവും വേണമെന്ന് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏജ് ലിമിറ്റ് വന്നിട്ട് 24 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി മറ്റുള്ള വ്യവസ്ഥകൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർ സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 10 ദിവസത്തിനകം ഹാജരാകണം. അതുപോലെ തന്നെ ശാരീരിക ക്ഷമതയുണ്ടായിരിക്കണം. സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും നേത്രരോഗ വിദഗ്ധനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിയണം. അതുപോലെ തന്നെ സ്വിഫ്റ്റിൽ നിർബന്ധമായും 2 വർഷത്തില് സേവനം അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ നൽകുന്നതല്ല. കരാറടിസ്ഥാനമായതുകൊണ്ട് തന്നെ അവർ പറയുന്ന അത്രയും പീരീഡിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇത് കൂടാതെ തന്നെ KSRTCയിൽ 5 വർഷവും അതിലധികമോ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. അല്ലാത്തവരെയും പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് പോവാം. ഇതിന്റെ ഫസ്റ്റ് ഒരു ഘട്ടം എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയാണ്. ഇവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഇവർ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മൂന്നാമത്തേന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അതിനുശേഷമായിരിക്കും എന്താ പറയാ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ തന്നെയായിട്ടാണ്. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവരുടെ ആ ഒരു അപ്ലിക്കേഷൻ ഫോം വരും. അതിൻ്റെ അകത്ത് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഏജ്, അങ്ങനെയൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കൂടാതെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്നുള്ളത് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ തീയതി ജൂൺ 10 ആണ്. അതിന് മുൻപേ തന്നെ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുക. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേ സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.